നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ല എനിക്ക് എല്ലാവർക്കും? കുറേ ദിവസമല്ലേ കണ്ടിട്ട്? തിരക്കില്ല, ഭയങ്കര തിരക്ക് അല്ലേ? നമ്മൾ എന്തായാലും എന്താവുന്നില്ലെങ്കിൽ എന്തായാലേ. അപ്പോൾ ഞാൻ വരാൻ കാരണം ഇപ്പം എന്താ വെച്ചാൽ നമ്മളെ നൂറിനാട് അഖിൽ നൂറിനാട് അപ്പോൾ അങ്ങനെ അത് മറ്റു പെണ്ണുങ്ങൾ പോയിട്ട് എല്ലാവരും പല രീതിക്ക് പല അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഓവർ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അഭിപ്രായങ്ങൾ പറയാം. അതിൽ സുന്ന ദേവദാസും ഏജൻറ്റും മക്കളുടെ അർത്ഥങ്ങളൊക്കെ കേട്ടു രണ്ടാളും ഫുൾ കോമഡി. വേറെ ആളെ കുറ്റം പറഞ്ഞെങ്ങാണ്ട് അവർ തെറി പറയുന്നത് എന്ത് രസാലേ, മാന്യമായിട്ടുള്ള തെറി. ദേവദാസി എന്തൊക്കെയാണ് പറഞ്ഞത്. ഇവരൊക്കെ വേറെ ആളെ കുറ്റം പറയുമ്പം അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു. ഇവർക്കൊരു കാര്യം വരുമ്പം ഇവരൊക്കെ ഇവരുടെ നാവ് പിന്നെ BEdും ഗ്രാജുവേറ്റൊക്കെ എടുക്കും. വിഷയം അതല്ല. അഖിൽ നൂറിനാട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. നല്ല ഒരു രസമുള്ള ഒരു കൊടുക്കേണ്ട പോലെ ഒരു മാന്യമായ റിപ്ലൈ. അത് എന്താ പറയുക, പോയ ആ വ്യക്തിക്ക് അത് മനസ്സിലായി കാണും. കുറേ പേർക്ക് അത് മനസ്സിലായി കാണും. ആർക്ക് മനസ്സിലായി എന്നറിയാം. എനിക്കത് ഞാൻ ആ വീഡിയോ കാണുന്നത് ആ പെണ്ണിനുള്ള റിപ്ലൈ ആണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ചിരിച്ചേ ചിൻ ഡൗൺ, ലുക്കിംഗ് കൊണ്ട് എടുത്തേ, ക്യാമറ കൊടുത്തേ. ഓക്കെ, പെർഫെക്റ്റ്. ഇനി വേറെ പോസ് ഇട്ടേ, കൈ എടുത്ത് ഓളച്ചേ. ഓക്കെ, ആ ലൈറ്റ് നോക്കി. എടാ രാജേഷേ, എടാ എന്റെ വീടിന്റെ പാലയാച്ച അത് എന്നോടൊന്ന് പറയാൻ വേണ്ടി വന്നേ. വീടിന്റെ വീടിന്റെ എന്നാ? ഈ വരുന്ന വ്യാഴാഴ്ചയാ, 24. 24. ഓക്കേടാ, ഓക്കെ. നീ എന്തായാലും വരണം കേട്ടോ. എടാ പിന്നെ നീ വരുമ്പോഴേ ഈ ക്യാമറ കൂടെ എടുത്തോ കേട്ടോ. ചിലപ്പോ 1-2 ഫോട്ടോസ് എല്ലാം എടുക്കേണ്ടി വന്നാലോ. അപ്പൊ 24 വ്യാഴാഴ്ച മറക്കല്ലേ. അപ്പോൾ അതാണ് വീഡിയോ. എല്ലാവരും കണ്ടല്ലോ. അതെനിക്കത് എന്താ പറയുക, ഒപ്പം ഒന്നുമില്ലാതെ വന്നിട്ട് പിന്നെ ഫോളോവേഴ്സും എല്ലാവരും അവൻ കാരണം ഉണ്ടായിട്ട് പിന്നെ അവനെ പുറന്തള്ളി പോലെ അങ്ങനത്തെ ഒരു അവൾക്കൊരു റിപ്ലൈ അങ്ങനെ തോന്നി. എനിക്ക് നൈസായിട്ടുള്ള റിപ്ലൈ എനിക്ക് അങ്ങനെ തോന്നിട്ടോ. കാരണം ഒരു ഫോട്ടോയും എടുത്ത് ഒരു ക്യാമറ കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞ ക്യാമറ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ആ ഫോട്ടോയും ക്യാമറയെ വെച്ച് അവനെ പുറത്തുള്ളി ക്യാമറയും കൊണ്ട് വന്നാണ് പുറത്തിട്ടത്. ഇവർ അവൻ്റെ ഫെയിം ആ ക്യാമറ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫെയിമാണ്. അങ്ങനെ ആ ഫെയിം വെച്ചിട്ട് അവൾ കുറേ ഫോളോവേഴ്സിന് ഉണ്ടാക്കിയിട്ട് അവസാനം ഇവനിട്ടിട്ട് പോയി. എനിക്ക് അങ്ങനത്തെ ഒരു റിപ്ലൈ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് തോന്നി അങ്ങനെ. എന്തായാലും ഓക്കെ, അടിപൊളിയായി. എന്തായാലും അതിനിടയ്ക്ക് ഇത് ഇത്ര കുറച്ച് ഇതാകും. കാരണം കുറേ ആൾക്കാർ എന്താ പറയുക, അവനും കുറേ അവൻ്റെ ഒപ്പം നിന്നു, അവളുടെ ഒപ്പം നിന്നു. കുറേ ആൾക്കാർ അവൻ്റെ ഒപ്പം നിന്ന ആൾക്കാരെ റിയാക്ട് ചെയ്തിട്ട് ഈ മൈക്ക് പിടിച്ച് സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ. എനിക്കൊന്നും അറിയില്ല. എനിക്കും ഇഷ്ടമാണ് അവൻ്റെ ചില കാര്യങ്ങളൊക്കെ നിലപാടുകളൊക്കെ ഭയങ്കര രസമാണ്. എന്താ പറയുക, പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. അവൻ്റെ പേര് എനിക്കറിയില്ല. എന്താ പറയുക, അവനെന്താ അവളുടെ കാര്യം കേട്ടോന്ന് ചോദിച്ചു. അവളുടെ കാര്യം എന്ത് ന്യായീകരണം അവൾക്കുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും അത് എന്ത് തേങ്ങയാണെങ്കിലും അവൾ പോകാൻ പാടില്ലായിരുന്നു. അങ്ങനെ അവൾക്ക് സംസാരിക്കാൻ ഒരു മീഡിയ അവളുടെ കയ്യിലുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ. അല്ലെങ്കിൽ അവനോട് സംസാരിക്കാനും എന്ത് റീസൺ ആണെങ്കിലും എനിക്ക് പറ്റൂല, നമുക്കിതിങ്ങനെ പിരിയാം. എന്തൊക്കെ കാരണമെങ്കിലും അവർ തമ്മിൽ സംസാരിച്ചാൽ നമുക്ക് മ്യൂച്വൽ ആയതുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് പിരിയാൻ പറ്റി ശരിയാവില്ല. ഇല്ലെങ്കിൽ എനിക്ക് പുറത്ത് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്താണെങ്കിലും അങ്ങനെയൊക്കെ പറയായിരുന്നു. എന്തിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വേറെ അഫെയർ ഉണ്ട്, എനിക്ക് ശരിയാവില്ല അങ്ങനെ പറയായിരുന്നു. കാരണം ഒരാളെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല, എത്രയും പിടിച്ചേക്കാൻ പറ്റില്ല. നമുക്ക് സ്നേഹം കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചേക്കും. ഇഷ്ടമാണ്, അതാണ് ഇതാണ്, മാങ്ങയാണ്, തേങ്ങ. നമ്മൾ നിലയും വിലയും വിട്ടുകാണ് നിൽക്കും. അപ്പോൾ നമുക്ക് നിലയും വിലയും പോകും. നിലയും വിലയും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ അവരുടെ കാലിൻ്റെ ചൂട്ടിലേക്ക് കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും അത് ഇപ്പം കിട്ടുന്നില്ല, കിട്ടില്ല. നമ്മളെ സ്നേഹം കൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്തായാലും അത് അങ്ങനെ അവളെ ന്യായീകരിച്ചൊരു കാര്യമില്ല. അവളെ അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. മനസ്സിലായില്ലേ? അവളുടെ അടുത്ത് വന്ന് കണ്ട ആരും അവളെ കേട്ടില്ല, ഇവളെ കേട്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കണ്ട. അവൾക്ക് പറഞ്ഞ് ആനം മര്യാദയ്ക്ക് പോകരുത്. കാരണം ഇതിനു മുന്നേ കാവ്യമാധവൻ്റെയും ദിലീപിൻ്റെയും പറയണത് മഞ്ജുവാരുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അവരെന്താ കാണിച്ച് അവർ മാന്യമായി സംസാരിച്ച് ഡീലാക്കി അവർ പിരിഞ്ഞു. 1 ആഴ്ച 2 ആഴ്ച എന്തുകൊണ്ട് തിരഞ്ഞിടുന്നു. ആർക്കെങ്കിലും കിട്ടിയോ? ഞങ്ങൾ സംസാരിച്ചു, ഒരു പ്രശ്നമില്ല, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞാൽ അവർ ഒന്നും ആൾക്കാർക്ക് ഗോസിപ്പേ കിട്ടിയോ? ഇല്ല. പകരം എന്താണ്ടത്? നേരെ മറിച്ച് ഈ മഞ്ജുവാർ ചാടിപ്പോയി. എന്തിൻ്റെ കാരണമാണ് ചാടിപ്പോയി? എന്തായിരുന്നുണ്ടാകുക? അപ്പോൾ ഇതിന് വലിയ സെലിബ്രിറ്റികൾ ഇങ്ങനെ പിരിഞ്ഞിട്ടുണ്ട്. അപ്പം അത് മര്യാദയ്ക്ക് ഇവളും പറഞ്ഞു പോവുകയാണെങ്കിൽ ഇത് ചെറിയൊരു കാര്യമാകുമായിരുന്നുള്ളൂ. അത് ഇത്രയും വഷളാക്കിയത് ഈ ഒരു പെണ്ണാണ്. അതുകൊണ്ട് അവളെ വെളുപ്പിക്കാനൊന്നും ഏക്കാൻ ആരും വരാൻ നിൽക്കണ്ട. പിന്നത്തെ കാര്യം വെച്ചാൽ എന്താ പറയുക, ഇവർക്ക് കിട്ടുന്ന സപ്പോർട്ട് ഒരുപാട് പേര്, അൻസാരി ഉസ്താദ്, അർജുന ഷാഖനൊക്കെ വരെ അടിപൊളി. ഇവന് കിട്ടുന്ന ഏതൊരു സപ്പോർട്ടായിക്കോട്ടെ, ആ സപ്പോർട്ടൊക്കെ അവൾക്ക് കിട്ടുന്ന അടിയാണ്. അടിയെന്ന് പറഞ്ഞാൽ ആട്ടും തുപ്പുമാണ്. അവൾക്കിനി സോഷ്യൽ മീഡിയക്ക് വരാൻ പറ്റുമോ? ഒരിക്കൽ വന്നാലും അവൾ നീ നേരെ നിൽക്കുമോ? എനിക്ക് തോന്നില്ല നിൽക്കുന്നു.
നീ ആ ചിരിയും കൊണ്ട് പറ, നീ ചിരിയും കൊണ്ട് വാ, നീ സൂപ്പറാ. എൻ്റെ കൂടെ അത്ര ആൾക്കാരുണ്ട്, അത്രയും ഇൻട്രസ്റ്റ് സിനിമ ഫീൽഡിൽ വരെ ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. അത്ര പോരെ, പോകുന്നൊരു പോട്ടെ, അല്ലാത്ത കാട്ട് പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യുക, എനിക്ക് എന്ത് ചെയ്യുക. എന്തായാലും സംഭവം ജീവൻ നന്നായി. കുറേ ആൾക്കാർ ഇന്ന് റിക്കവർ ചെയ്യാൻ വയ്ക്കാതെ ആകെ ഇടങ്ങാറായി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോൾ ഇതൊരു ഇതേക്കാരം. വേറൊരാൾ പോയി കഴിച്ചിട്ട് മറ്റേ ആൾക്കാർക്ക് കയറി വരാനൊന്നും വയ്ക്കുന്നില്ല. അങ്ങനെയും കുറേ ആൾക്കാരുണ്ട് പൊട്ടന്മാർ. എന്തായാലും അടിപൊളി, സൂപ്പർ. ഓക്കെ എന്നാ, ശരി എന്നാ.